പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഫണ്ടമെന്റൽസിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോപ്പിക് ഫണ്ടമെന്റൽസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും ഒന്ന് ടെക്നിക്കൽ അനാലിസിസുമാണ്. നമ്മൾ എക്സാമിൻ്റെ ഒരു ഫേസിൽ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ്, അതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ പഠിക്കണം. അതുപോലെ ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണെന്നുള്ളതും പഠിക്കണം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അനാലിസിസ്, അല്ലെങ്കിൽ നമ്മൾ സെലക്ഷൻ ഓഫ് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ അനലൈസ് നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. ഏതൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെയും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ക്യാപിറ്റലിനെ നല്ല രീതിയിൽ എങ്ങനെ ഗ്രോത്ത് ചെയ്യാം, അതുവഴി എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എത്രത്തോളം അവരുടെ റിസ്ക് കുറക്കാം എന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനുള്ള രണ്ട് അനലൈസുകളാണ് എന്ത്, ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടാൻ പോകുന്ന പൈസ കൃത്യമായ രീതിയിൽ തന്നെ നമുക്കൊരു അതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പനിയെക്കുറിച്ചും ഇൻഡസ്ട്രിയെക്കുറിച്ചും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡാറ്റകളെക്കുറിച്ചും എല്ലാം പഠിക്കുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇതിൽ അനാലിസിസ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ മെത്തഡോളജീസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ മെത്തഡോളജീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സെക്യൂരിറ്റി അനാലിസിസ്. നമ്മൾ ചാർട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് വരയ്ക്കുന്നു. അതിനെ രണ്ട് ഭാഗമായി തിരിക്കുന്നു. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസും ഒന്ന് ടെക്നിക്കൽ അനാലിസിസുമായി തിരിക്കുന്നു. പിന്നെ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസിന് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരുപാട് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. അതിൽപ്പെട്ടതാണ് കമ്പനി അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ്, എക്കോണമി അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെയും വ്യത്യസ്തമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് സെക്യൂരിറ്റി അനാലിസിസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സെക്യൂരിറ്റി അനാലിസിസ് ഇൻവോൾവ്സ് അസസിങ് ദ intrinsic value of financial instruments like stock and bond to determine if they are overvalued or undervalued or fairly valued in the market. മാർക്കറ്റിലുള്ള ഒരു സ്റ്റോക്ക്, നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്കിൻ്റെ കമ്പനി പറയുന്ന വാല്യൂ, അതിൻ്റെ ഉൾക്കൊള്ളുന്ന വാല്യൂ, ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കിന് 10 രൂപയാണ്, അതിന് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നൊരു വില, മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ, കമ്പനി പറയുന്നത് ഓവർ വാല്യൂ ആയിട്ടാണോ അതോ അണ്ടർ വാല്യൂ ആയിട്ടാണോ അതോ ഫെയർ വാല്യൂ ആണോ, അതായത് കൃത്യമായിട്ട് അതിൻ്റെ വില തന്നെയാണോ പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുക. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അസിസ്റ്റ് ഇൻ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ചോയ്സസ് ദാറ്റ് ഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് റിസ്ക് ടോളറൻസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളുടെ റിസ്ക് കുറച്ച്, നമ്മൾ എത്രത്തോളം റിസ്ക് കുറച്ച് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു സാധനത്തെ, ഒരു സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി അനാലിസിസ് നടത്തുന്നത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് റിസ്കിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ പൊട്ടൻഷ്യലായിട്ട് റിട്ടേൺ ഉണ്ടാക്കാനും, അതുപോലെ കൃത്യമായിട്ട് ഓരോ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള നോളജ് ലഭിക്കാനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ സെക്യൂരിറ്റി അനാലിസിസ് നമ്മളെ സഹായിക്കും. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോക്ക് സെക്യൂരിറ്റി അനാലിസിസ് ഉള്ളത്. ഒന്നാമതായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്, രണ്ടാമതായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഒന്നല്ലെങ്കിൽ നമ്മളൊരു എക്കോണമിയെ കുറിച്ച് പഠിക്കുന്നു, ആ എക്കോണമി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എക്കോണമിയാണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യും, പഠിക്കുകയാണ്. അവിടെ ഒരു സ്റ്റോക്ക് ഇട്ടാൽ ആ സ്റ്റോക്ക് ഗ്രോത്ത് ഉണ്ടാവുമോ അതോ ഡിക്ലൈൻ ആണോ പോവുക, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് അതിനെ ബാധിക്കും, എല്ലാ കാര്യങ്ങളും അതിനെ ബാധിക്കും, നമ്മുടെ GDP അതിനെ ബാധിക്കും, എല്ലാം ബാധിക്കും. രണ്ടാമതായിട്ട് കോംപ്രഹെൻസീവ് സ്റ്റഡിയാണ്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും, നമ്മുടെ ഇൻഡസ്ട്രിയെ പഠിക്കാൻ പറ്റും. നമ്മൾ ടെക്സ്റ്റൈൽസിലാണ് എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ എക്കോണമിയിൽ ടെക്സ്റ്റൈൽസിൻ്റെ ഇൻഡസ്ട്രിക്ക് ഡെപ്ത് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് നേട്ടം നേടാൻ കഴിയുമോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് വഴി പഠിക്കാൻ പോകുന്നത്.
അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പനി അനാലിസിസ്. അപ്പോൾ ടെക്സ്റ്റൈൽസ് എന്ന ഇൻഡസ്ട്രിയിൽ കല്യാൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ കല്യാൺ ടെക്സ്റ്റൈൽസിന് അല്ലെങ്കിൽ ആ വെഡ്ഡിങ് സെൻറ്ററിന് കൃത്യമായ രീതിയിൽ അത് നമ്മൾ അതിലേക്ക് ഫണ്ട് ഇടുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ അവർക്ക് തരാൻ കഴിയുമോ ഇല്ലയോ, അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, മാനേജറിയൽ കപ്പാസിറ്റി എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കുന്നത്. ഇങ്ങനെ വായിക്കൂ, കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ബിസിനസ് ഫണ്ടമെൻ്റൽസ്, ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ഇൻട്രിൻസിക് വാല്യൂ. നമ്മൾ ബിസിനസ്സിൻ്റെ പ്രധാനമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, അതുപോലെ തന്നെ ആ കമ്പനിക്ക് അതിന് ഇൻസ്ട്രിനിക് ആയിട്ടുള്ള ആ സ്റ്റോക്കിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ ഒരു കമ്പനിക്കകത്തെ ഒക്കെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിനൊക്കെ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യുന്ന സംഭവത്തെയാണ് എന്ത് പറയുക, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുക. അത് ക്വാളിറ്റേറ്റീവായിട്ടുള്ളതും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യും, ഓരോന്നായിട്ട് ഇനി പറയാം. അടുത്തതായിട്ട് പറയുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഹിസ്റ്റോറിക് ഡാറ്റ എടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2015-16 നിൽക്കുന്നത്, 2025-26 നിൽക്കുന്നത്. സോ ഈ കാലയളവിൽ നമ്മൾ നോക്കുന്നത് മുമ്പുള്ള 5 വർഷത്തെ ഡാറ്റകൾ എടുക്കുന്നു, അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കുന്നു, അതിനെ ടെക്നിക്കലി എന്ത് ചെയ്യാണ്, നമ്മൾ അനലൈസ് ചെയ്യാണ്. അനലൈസ് ദ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ഡാറ്റ ആൻഡ് ട്രേഡിംഗ് ഇൻ വോളിയം ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ മൂവ്മെൻറ്റ്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഹിസ്റ്റോറിക് ഡാറ്റ, കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മളെ ഫ്യൂച്ചറിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കും എന്നതിനെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയാം. അതിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ചാർട്ടുകളും പാറ്റേണുകളും അതുപോലെ തന്നെ ആ കമ്പനിയുടെ ട്രെൻഡുകളും അതിൻ്റെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും അതിനൊക്കെ പല രീതിയിലുള്ള ഗ്രാഫുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വരാൻ പോകുന്ന ഭാവിയെ കൃത്യമായ രീതിയിൽ പഠിക്കുന്നത്. അടുത്തതായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് മെത്തേഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എൻ അസെറ്റ് ബൈ എക്സാമിൻ വേരിയസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. ആ കമ്പനിക്കകത്തുള്ള അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്കകത്തുള്ള ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ പറയുന്ന നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു യൂണിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ശരിക്കുമുള്ള വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾ മാത്രമാവില്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകൾക്ക് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അതിനെ കൃത്യമായി അറിയാൻ വേണ്ടി നടത്തുന്ന സംഭവമാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഒരുപാട് ഇൻവോൾവ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, എക്കോണമിക് ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡസ്ട്രി ട്രെൻഡ്, മാനേജ്മെൻറ്റ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ പോയിന്റുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്യും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. 2 രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന് ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ ബിയോണ്ട് ഡെയിലി ഫ്ലക്ച്വേഷൻസ് ചെയ്യലുണ്ട്. ഒന്നാമത്തത് ചെയ്യുന്നത് എന്ന് പറയുന്നത് റിക്വയർ 3 to 5 ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ടു ഇവാലുവേറ്റ് ബിസിനസ് ഫ്രം മൾട്ടിപ്പിൾ ആംഗിൾസ്. വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 3 to 5 ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ എക്സാമിൻ ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്, ലോങ് ടേം ബിസിനസ് പെർഫോമൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ടേമിനേക്കാൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ ബിയോണ്ട് ഡെയിലി ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോങ് ആയിട്ടാണ്, 5 ഇയേഴ്സിനേക്കാൾ കൂടുതൽ എക്സാമിനാണ് എന്ത് പറയുക, ബിയോണ്ട് ഡെയിലി ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. നമുക്ക് ടെക്സ്റ്റിൽ തന്നെ വരുന്ന 2 അപ്രോച്ചുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത്, ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 2 തരം അപ്രോച്ചുകളാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസിലുള്ളത്. ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ചും ഒന്ന് ബോട്ടം അപ്പ് അപ്രോച്ചുമാണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ മാക്രോ എക്കോണമിക് ഫാക്ടേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്, മൈക്രോ ഫാക്ടേഴ്സിലേക്ക് വരിക. അതായത് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താം. ആദ്യം എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ 3 സാധനമാണുള്ളത്. ഒന്ന് കമ്പനി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ഉദാഹരണം എടുക്കും. കല്യാൺ വെഡ്ഡിങ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പനിയാണ് അല്ലേ. കല്യാൺ എന്ന് പറയുന്നത് കമ്പനിയാണ്. അതിൻ്റെ ഇൻഡസ്ട്രി പറയുന്നത് എന്താണ്, ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇൻഡസ്ട്രി. അത് നിൽക്കുന്ന എക്കോണമി പറയുന്നത് ഏതാണ്, ഇന്ത്യയാണ് അല്ലേ. 3 സാധനമുണ്ട്. ആദ്യം അതിൻ്റെ കമ്പനി, അതിൻ്റെ ഇൻഡസ്ട്രി, അതിൻ്റെ എക്കോണമി അല്ലേ. 3 കാര്യങ്ങളുണ്ട്. നമുക്ക് ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ആദ്യം മാക്രോ എക്കോണമിക്സ് ആണ് പഠിക്കുക. മാക്രോ എക്കോണമിക്സ് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ എക്കോണമി നമ്മൾ ആദ്യം പഠിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന് ഇൻഡസ്ട്രിയെ പഠിക്കും. ഇൻഡസ്ട്രിയിൽ പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ കമ്പനിയെ പഠിക്കുക.
അതിനാണ് എന്ന് പറയാം ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയാം. അടുത്ത സാധനം എന്ന് പറയുന്നത് ബോട്ടം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ആദ്യം എന്ത് ചെയ്യും, സ്ട്രാറ്റജി യൂസ് ടു അനലൈസ് ഇൻഡിവിജ്വൽ കമ്പനീസ് ഇൻസ്റ്റെഡ് ഓഫ് ബിഗിനിങ് ദ മാക്രോ എക്കണോമിക് ഇൻഡസ്ട്രി. അതായത് ആദ്യം കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിനെ പഠിക്കും, അതിന് ശേഷമാണ് എന്ത് ചെയ്യുക ആ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുക, അതിന് ശേഷമാണ് എന്ത് ചെയ്യുക നിൽക്കുന്ന എക്കോണമിയെ കുറിച്ച് പഠിക്കുക. ഒന്ന് നേരത്തെ പറഞ്ഞത് മേലിൽ നിന്ന് താഴോട്ട് വരുന്നു, രണ്ടാമത് പറഞ്ഞത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്, അതായത് മേലേക്ക് പോകുന്നു കേട്ടോ. അത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇനി പറയുന്നത് 3 pillars ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇനി പറയുന്നത്. നിങ്ങളിത് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റിൽ എന്തുണ്ട്, ഒരു ചെറിയൊരു ഇമേജ് ഉണ്ട്, EIC അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 റൗണ്ട് ഇട്ടിട്ട് ആ നടുവിൽ എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി അനാലിസിസ്, അതിൻ്റെ പുറത്ത് ഇൻഡസ്ട്രി അനാലിസിസ്, അതിൻ്റെ പുറത്ത് എക്കോണമി അനാലിസിസ് ചെയ്തിട്ട് അത് എക്സാമിന് ചോദിക്കും. 3 pillars ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത് എഴുതി വെക്കണം, അത് വരച്ച് വെക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതെന്താന്നുള്ളത് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് എന്ത് ചെയ്യണം, നമ്മൾ ഒരു കമ്പനിയുടെ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ആ സ്റ്റോക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് ആയിട്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു വാല്യൂവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആ മാർക്കറ്റിനെയും ആ കമ്പനിയെയും ഇൻഡസ്ട്രിയൊക്കെ പഠിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളതിൽ 3 രീതിയിലാണ് ഇത് പഠിക്കുക എന്ന് പറഞ്ഞു. ഒന്നല്ലെങ്കിൽ ബോട്ടം അപ്പ് ആവാം, അല്ലെങ്കിൽ എന്താവും ടോപ്പ് ഡൗൺ ആവാം എന്ന് പറഞ്ഞു. സോ അപ്പോൾ ഈ ടോപ്പ് ഡൗണും ബോട്ടം അപ്പും അതിൽ വരുന്ന 3 എലമെന്റ്സ് ഉണ്ട്. ഒന്ന് എക്കോണമിക് അനാലിസിസ്, ഒന്ന് ഇൻഡസ്ട്രി അനാലിസിസ്, ഒന്ന് കമ്പനി അനാലിസിസ്. ഈ 3 സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത് എന്ന് പറയുന്നത് എക്സാമിൻ മാക്രോ എക്കോണമിക് ഫാക്ടേഴ്സ് ലൈക്ക് GDP ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ് ദാറ്റ് ഇമ്പാക്ട് ദി മാർക്കറ്റ് ആസ് ഹോൾ. എക്കോണമിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എക്സാമിൻ ചെയ്യുന്നത് എന്തിനാണ്, മാക്രോ എക്കണോമിക്സിനാണ്. മാക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യമാണ്, ആ രാജ്യത്തെ GDP, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്താണ്, പണപ്പെരുപ്പം. അപ്പോൾ നമ്മളെ പൈസയുടെ മൂല്യം എന്താണ്, ഡെയിലി കുറഞ്ഞു വരികയാണ്. അപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ വെച്ചിട്ടും നമ്മുടെ UAE റിയാൽ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ വാല്യൂ കുറയാണ്. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പണത്തിൻ്റെ മൂല്യമാണ്. അതെന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പൈസ ഇറക്കിക്കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പണത്തിൻ്റെ മൂല്യം എങ്ങനെ കുറയാണെന്ന് വിചാരിക്കുക, അത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് 1-2 രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എക്സ്ട്രാ കിട്ടിയാലും അത് വലിയ പ്രോഫിറ്റ് അല്ല. കാരണം എന്താണ്, നമ്മുടെ പൈസയുടെ മൂല്യമല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ 100 രൂപ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡെയിലി എന്ത് ചെയ്യാണ്, നമ്മുടെ പൈസയുടെ മൂല്യം ഇങ്ങനെ കുറഞ്ഞു വരിക കേട്ടോ. സോ അപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ മൂല്യം 100-120 ആയി എന്ന് വിചാരിച്ചിട്ടും നമുക്ക് വലിയ ഉപകാരമല്ല. കാരണം എന്താണ്, നമ്മൾക്ക് അത് നല്ല പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ 100-ന് എന്ത് ചെയ്യും, 150-ലേക്കെങ്കിലും ആവണം. കാരണം എന്താ, നമ്മുടെ പൈസയുടെ മൂല്യം കുറയാണ്. സോ അത് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ ഗവൺമെൻറ് പോളിസീസ്, ഏതൊരു ഗവൺമെൻറ് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മുടെ ടാക്സിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നമുക്കറിയുന്നുണ്ടാവും ഈ അടുത്ത് BJP സർക്കാർ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യും, ഓരോ കമ്പനിയും മാറ്റങ്ങൾ, ഓരോ രാജ്യവും എന്ത് ചെയ്യും, മാറ്റങ്ങൾ കൊണ്ടുവരും. അതാണ് എക്കോണമിക് അനാലിസിസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കുക എന്താണ്, എക്കോണമിക് അനാലിസിസ് ആണ്. ആ രാജ്യത്തെ GDP എങ്ങനെയാണ്, അതിൻ്റെ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് അതിൽ നമ്മൾ എക്സാമിൻ ചെയ്യുക. രണ്ടാമത് പറയുന്നത് ഇൻഡസ്ട്രി അനാലിസിസ് ആണ്. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻഡസ്ട്രി. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുന്ന 2-3 ഏരിയാസാണ്. ഒന്നാമത്തെ ബാങ്കിങ് സെക്ടർ, രണ്ടാമത് തന്നെ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് ബാങ്കിങ് ഇൻഡസ്ട്രി എടുക്കുക നിങ്ങൾ സിമ്പിളായിട്ട്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എക്കോണമി, അതിന് താഴെ വരുന്നതാണ് ബാങ്കിങ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, ഈ ബാങ്കിങ് എന്ന് പറയുന്ന സാധനത്തിൽ ഗ്രോത്ത് ഉണ്ടോ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് റിട്ടേൺ കിട്ടുന്ന സാധനത്തിൽപ്പെട്ടതാണ് HDFC എന്നൊക്കെ പറയുന്ന സാധനം. സോ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ബാങ്കിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അടിപൊളിയാണ്, അതിലേക്ക് എത്ര പൈസ ഇടുന്നോ അതിന് നല്ല റിട്ടേൺ ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുന്നത്. അതേസമയം നമുക്കിപ്പോൾ റേഡിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു ഇൻഡസ്ട്രി ആണ് വിചാരിക്കുക, അതിലേക്ക് ഫണ്ട് ഇട്ടാൽ എന്ത് ചെയ്യാം, നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. കാരണം എന്താണ്, അതിന് മാർക്കറ്റിന് ഇപ്പോൾ വിലയില്ല. അടുത്ത സാധനം എന്ന് പറയുന്നത് കമ്പനി അനാലിസിസ് ആണ്. കമ്പനി അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രി, ബാങ്കിങ്, അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഏതാ ഉള്ളത്,
HDFC എന്ന് പറയുന്ന ബാങ്ക്, ആ ബാങ്കിനെയാണ് എന്ത് ചെയ്യുന്നത് എക്സാം ചെയ്യുന്നത്. എന്തായാലും എക്സാം ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും അതിന്റെ റേഷ്യോസും അതിന്റെ മാനേജ്മെന്റും അതിന്റെ എക്സിക്യൂട്ടീവും അവരുടെ പെർഫോമൻസും അതിന്റെ റിട്ടേൺസും അതിന്റെ പ്രോഫിറ്റും അതിന്റെ വരുന്ന ലാബിലിറ്റീസും ഇതിനൊക്കെ എക്സാമിൻ ചെയ്യാണ് എന്ത് കമ്പനി അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3 എണ്ണമാണുള്ളത്: എക്കോണമിക് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ്, കമ്പനി അനാലിസിസ് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ സംസാരിക്കുന്നത് ഓരോന്നിനെയും നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. ഒന്നാമത് എക്കോണമിക് അനാലിസിസ് ആണ്. എക്കോണമിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന 6 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് GDP ഗ്രോത്ത് ആണ്. GDP ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിനും എന്തുണ്ടാവും, GDP ഉണ്ടാവും അല്ലേ. നമ്മൾ തമാശക്കൊക്കെ പറയലുണ്ട് ചില രാജ്യത്തിൻ്റെ GDP നമ്മളെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ GDPൻ്റെ അത്ര ഉള്ളൂ എന്നൊക്കെ പറയലുണ്ട്. ശരിക്കും GDP ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രാജ്യത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്തിന്, രാജ്യത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, എക്കോണമിക് അനാലിസിസ് പഠിക്കുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യുന്ന സാധനമാണ് ആ രാജ്യത്തിൻ്റെ GDP എന്താണ്, അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, അത് ഡിക്ലൈനിങ്ങിലാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യണം. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തും എന്തുണ്ടാവും, പൈസക്ക് മൂല്യം കുറയും കൂടും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സിംബാബ്വേയുടെ ഒരിക്കൽ അവരുടെ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്തു, അവിടെ പൈസ പറ്റ മൂല്യം പോയി. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും പല രാജ്യങ്ങളും, ഇപ്പോൾ ഇന്തോനേഷ്യ പോലത്തെ, ഫിലിപ്പീൻസ് പോലത്തെ രാജ്യങ്ങളൊക്കെ എന്താണ്, കംബോഡിയ പോലത്തെ രാജ്യങ്ങളൊക്കെ പൈസക്ക് തീരെ മൂല്യമില്ല ഇല്ലല്ലോ. സോ അതിനൊക്കെ എന്താണ് ഒറ്റയടിക്ക് ഇൻഫ്ലേഷൻസ് ഉണ്ടായിട്ട് എന്ത് ചെയ്യണം, അവിടെ പണത്തിൻ്റെ മൂല്യം കുറയുകയാണ്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിന് പറയുന്ന സാധനങ്ങളാണ്, ഒന്ന് മോണിറ്ററി സിസ്റ്റം ഉണ്ട് നമ്മളെ, അതുപോലെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്, SRR, CRR എന്നൊക്കെ പണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. SLR ഉം CRR ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത സാധനം എന്ന് പറയുമ്പോൾ മോണിറ്ററി സിസ്റ്റം ആണ്. മോണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ സപ്ലൈയും ക്രെഡിറ്റും ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, മോണിറ്ററി സിസ്റ്റം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ മൊത്തത്തിലുള്ള നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് 2 ഏജൻസിയാണ്. ഒന്ന് RBI ആണ്. RBI എന്താ ചെയ്യുക, നമ്മുടെ രാജ്യത്ത് ബാങ്കിലേക്ക് ലോൺ കൊടുക്കുന്നതിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യും. എന്ന് പറഞ്ഞുതരാം ജസ്റ്റ് സിമ്പിളായിട്ട്. മോണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം 2 രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കൺട്രോൾ ചെയ്യും. ഒന്നാമത് RBI ആണ്. RBI നമ്മൾ രാജ്യത്ത് നല്ല രീതിയിൽ എപ്പോഴാണ് പണം ഉണ്ടാവുക, ബാങ്കുകൾ കുറഞ്ഞ പലിശക്ക് എന്ത് ചെയ്യാണ്, പണം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, ലോൺ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെ പണത്തിൻ്റെ മൂല്യം കുറയാൻ തുടങ്ങും, എല്ലാവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടാകുമ്പോൾ. അപ്പോൾ RBI എന്ത് ചെയ്യും, RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എല്ലാ ബാങ്കും എവിടെ നിന്നാണ് ലോൺ എടുക്കുക, RBIൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, കുറഞ്ഞ പൈസക്ക് ലോൺ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ ആളുകൾക്ക് പ്രയാസമാവും പൈസ എടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ പൈസ കുറയും. അതേസമയം മാർക്കറ്റിൽ പൈസ ഇല്ലാതെ തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും, RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും, മറ്റുള്ളതും കുറക്കും. അതുപോലെ രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് മോണിറ്ററി സിസ്റ്റമാണ്. നമ്മുടെ ഗവൺമെൻറ് ആണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും, നമുക്ക് നമ്മളുടെ ടാക്സുകളിലൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് ഡിഡക്ഷൻസും ആഡ് ചെയ്യും, ഒരുപാട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ എന്ത് ചെയ്യും, ഹൈ ആക്കും, കുറയ്ക്കും, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ചെയ്തു തരും. അതാണ് എന്ത് ചെയ്യുന്നത്, മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കണം. സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സേവിങ്സിന് എത്രത്തോളം നമ്മുടെ മാർക്കറ്റിൽ, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ എന്ന മാർക്കറ്റിൽ നമ്മൾ ഫണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ട്, അതിൻ്റെ റിട്ടേൺ എത്രയാണ്. ചില രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നല്ല റിട്ടേൺ കിട്ടും, അത് കൃത്യമായ രീതിയിൽ പഠിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ബോറോയിങ് കോസ്റ്റ് കേട്ടിട്ടുണ്ട് നിങ്ങൾ. ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോൺ എടുക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസിനാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ 1,00,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്, അതിന് നമ്മൾ എന്ത് പറയും, ലോൺ എന്ന് പറയും, ബോറോയിങ് എന്ന് പറയും. ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലോണിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനാണ് എന്ത് പറയുക, ബോറോയിങ് കോസ്റ്റ് എന്ന് പറയും. സോ ആ ബോറോയിങ് കോസ്റ്റ് എത്രയെന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കണം. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇമ്പോർട്ട് ആണോ എക്സ്പോർട്ട് ആണോ നമ്മൾക്ക് രാജ്യത്ത് കൂടുതലുള്ളതെന്നുള്ള എക്സാമിൻ ചെയ്യുന്ന സാധനമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അതൊക്കെ വളരെ വിശാലമായിട്ടുള്ള സംഭവങ്ങളാണ്. അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി അനാലിസിസ് ഫ്രെയിംവർക്ക് ആണ്. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5 മോഡൽസ് എന്ന് പറയുന്നുണ്ട്. പോർട്ടയുടെ 5 മോഡൽസ് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്.
അത് ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോക്കാം. ഈ പറയുന്ന പോയിന്റുകൾ കുറച്ച് പോയിന്റുകളൊക്കെ ടെക്സ്റ്റിലുണ്ടാകും, എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക. അതിലിപ്പോൾ വരുന്ന അഗ്രികൾച്ചറൽ മൺസൂൺ എന്ന് പറയുന്ന നമ്മൾ ഇൻഡസ്ട്രി മറ്റേ കൊണിക് അനാലിസിസ് പറയുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പറയുന്നുണ്ട്, ഡെമോക്രാറ്റിക്കൽ വേരിയബിൾസ് പറയുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതാത് ഇൻഡസ്ട്രിയെ കുറിച്ച് എന്ത് ചെയ്യണം കൃത്യമായ രീതിയിൽ എക്സാമിൻ നടത്തുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്കിങ് സെക്ടറിനെയാണ് കുറിച്ച് പഠിക്കുന്നതെങ്കിൽ ആ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്ന ഇൻഡസ്ട്രി എത്രത്തോളം പവർഫുൾ ആണ്, അതിൽ പൈസ ഇട്ടാൽ എത്രത്തോളം റിട്ടേൺ കിട്ടും, ആ ഇൻഡസ്ട്രിയാണ് പറയുന്നത്. കമ്പനിയല്ല, ഇൻഡസ്ട്രി. ബാങ്കിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുന്നത്. സോ ആദ്യമായിട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സ്ട്രക്ചറാണ്. ഇൻഡസ്ട്രി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ഇൻഡസ്ട്രിയുടെ അതിൻ്റെ ഫങ്ഷനിങ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് മനസ്സിലാക്കുന്ന സാധനം. അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡസ്ട്രി സ്ട്രക്ചർ ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് അനലൈസിങ് ഇൻഡസ്ട്രി. അതിൽ 5 മോഡൽസ് പറയുന്നുണ്ട്. അതായത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴാണ് ഒരു ഇൻഡസ്ട്രി പവർഫുൾ ആവുക എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു 5 മോഡൽസ് എന്ത് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, മൈക്കൽ പോർട്ടറുടെ, നോട്ട് ചെയ്ത് വെച്ചോളൂ, മൈക്കൽ പോർട്ടറുടെ 5 ഫോഴ്സസ് മോഡൽ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസിൽ അതിൻ്റെ ഇൻഡസ്ട്രി സ്ട്രക്ചറിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന സാധനമാണ്. ആ 5 പോയിന്റ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ് ആണ്. അതായത് നമ്മളെ കമ്പനിക്കകത്ത് എല്ലാവർക്കും വന്ന് കയറാൻ പറ്റുമോ, അതോ അവിടെ നിൽക്കുന്ന ഹൈ ബാരിയേഴ്സ് പ്രൊട്ടക്ട് എക്സിസ്റ്റിംഗ് കമ്പനീസ് ഫ്രം ന്യൂ കമ്പനീസ് അലോയിങ് ഗ്രേറ്റർ പ്രൈസിങ് പവർ. നമ്മളെ കമ്പനിയുടെ ഇപ്പോൾ ഒരു ബാങ്കിങ് സെക്ടർ ഫോർ എക്സാമ്പിൾ, ആ ബാങ്കിങ് സെക്ടറിലേക്ക് എല്ലാവർക്കും കയറാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അതിൽ നല്ല ടേൺ ഓവർ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ വേണം. എന്നാൽ മാത്രമല്ല എന്ത് ചെയ്യുക ബാങ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നമുക്ക് കയറാനുള്ള എൻട്രൻസ് ഉള്ള ത്രെറ്റാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് റിവാൾഡാണ്. ഹൈ കോമ്പറ്റീഷൻ ക്യാൻ ലീഡ് ടു പ്രൈസ് വാർ, ഇൻക്രീസ് മേക്കിംഗ് എക്സ്പെൻസസ് ആൻഡ് റെഡ്യൂസ് മാർജിൻസ്. സോ എന്ത് ചെയ്യും, ഒരു കോമ്പറ്റീറ്റീവ് റിവൈലർ ഉണ്ടാവും. ഇപ്പോൾ ഓരോ ബാങ്ക് എന്ത് ചെയ്യാണ് നല്ല രീതിയിൽ പ്രൈസിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താണ് നല്ല കോമ്പറ്റീഷന് ഉണ്ടാവും. നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഓരോ കമ്പനിക്ക് ഓവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സപ്ലയർ പവറാണ്. സപ്ലയർ പവർ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു സാധനം നിക്ഷേപിക്കുന്നതിന് സപ്ലയേഴ്സിന്, അതായത് ഫോർ എക്സാമ്പിൾ ബാങ്കിൻ്റെ കേസിന് എടുക്കാം. അതായത് ബാങ്കിൻ്റെ കേസിൽ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കാൻ, ബാർഗെയിൻ ചെയ്യാൻ ആ ബാങ്കിന് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളത് മാർക്കറ്റിനനുസരിച്ചാണ്. ചില ബാങ്കിങ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, അവിടുത്തെ ഏറ്റവും കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റിയ ആർക്കായിരിക്കും, ബയ്യേഴ്സിനായിരിക്കും, ചിലതിന് സപ്ലയേഴ്സിനായിരിക്കും. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സാം ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ എന്ത് ചെയ്യും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ത്രെട്ട് എന്ന് പറയുന്ന സമയത്ത് alternative can diminish in demand for existing product or impact sales. വേറെ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിയെ പകരം വരാൻ വേണ്ടി പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ത്രെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ആണ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന സ്റ്റേജുകളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇൻഡസ്ട്രി അനാലിസിസിൽ വരുന്ന 2-3 മറ്റ് കോമ്പണൻസ് കൂടെ പറയാം. ഒന്ന് ഗ്രോത്ത് പൊട്ടൻഷ്യലാണ്. അതായത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഈ ഇൻഡസ്ട്രിക്ക് ഭാവിയിൽ ഗ്രോത്ത് ഉണ്ടോ, അതായത് ഇന്നത്തോടെ അവസാനിക്കുക അതോ ഫ്യൂച്ചറിൽ അതിന് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ റെഗുലേറ്ററി എൻവിറോൺമെൻ്റ് ആണ്. ഈ ബാങ്കിങ് സെക്ടറിന് എന്തുണ്ട്, ബാങ്ക് റെഗുലേറ്ററി അതോറിറ്റി ബോർഡ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു അതോറിറ്റി ബോർഡ് ഫങ്ഷനിങ് ആണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക നമ്മൾ എക്സാമിൻ ചെയ്യുക. പിന്നെ കോമ്പറ്റീറ്റീവ് കണ്ടീഷൻ ഇൻ ദ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീഷൻ ഉണ്ടോ, അടിപൊളിയാണോ, അതോ മോണോപ്പൊളി ആയിട്ട് ഒറ്റ കമ്പനി മാത്രം കുത്തകയോടെ നടത്തുന്ന ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ ഡുവോപ്പൊളി ആണോ, 1-2 കമ്പനികൾ മാത്രമേ ഉള്ളൂ, അതല്ലാതെ നമ്മുടെ മോണോപോളിസ്റ്റിക് ആണോ, അതായത് ഒരുപാട് കമ്പനികളുണ്ടോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ, അതായത് ആ ഇൻഡസ്ട്രി എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുക നല്ല രീതിയിൽ നമ്മൾ എക്സാമിൻ ചെയ്യാം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെട്രിക്സ് ആണ്. ആ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്കകത്ത് ആ ബാങ്കുകൾക്കകത്ത് അത് തമ്മിലുള്ള കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ മനസ്സിലാക്കുന്ന സംഭവമാണ് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു സംഭവമാണ്, മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് സ്റ്റേജിലൂടെയാണ് എന്ത് ചെയ്യുക ഓരോ ഇൻഡസ്ട്രിയും കടന്നു പോവുക. അപ്പോൾ ചില ഇൻഡസ്ട്രി എന്ത് ചെയ്യും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AI എന്ന് പറയുന്ന പുതിയ ഇൻഡസ്ട്രിയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഏറ്റവും കളിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി. സോ ഈ AI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടാവും, പിന്നെ എന്ത് ചെയ്യും, അത് ഗ്രോത്തിലേക്ക് എത്തും, പിന്നെ മെച്യൂരിറ്റിക്ക് എത്തും, പിന്നെ ഡിക്ലൈൻ ആവും. ഇപ്പോൾ മുമ്പ് തന്നെ ഓരോ സംഭവങ്ങളും വന്ന് അത് ഇല്ലാതായി പോയതുണ്ടാവും. ഇപ്പോൾ സ്വിച്ച് ഫോൺ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് വിചാരിക്കാം. ഫോൺ എന്നുള്ള ഇൻഡസ്ട്രിയാണ്, സോറി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. സ്വിച്ച് ഫോണിൻ്റെ ഇൻഡസ്ട്രി അങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എല്ലാവരും വാങ്ങുന്ന ഒരു ഗ്രോത്ത് സ്റ്റേജിൽ മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തി, പിന്നെ അങ്ങനത്തെ ഒരു ഇല്ലാത്ത അവസ്ഥയായി, വളരെ ഡിക്ലൈനിങ് ആയി, വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേജിലേക്ക് എന്ത് ചെയ്തു, അത് മാറി. സോ അതുപോലെ തന്നെ ഏതൊരു സംഭവത്തിന് എന്തുണ്ടാവും, 4 സ്റ്റേജുകൾ ഉണ്ടാവും. ആ 4 സ്റ്റേജുകൾ മനസ്സിലാക്കുക. ഒന്ന് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്, രണ്ടാമത്തെ ഗ്രോത്ത് സ്റ്റേജ് ആണ്, മൂന്നാമത്തെ മെച്യൂരിറ്റി സ്റ്റേജ് ആണ്, നാലാമത്തെ ഡിക്ലൈൻ സ്റ്റേജ് ആണ്. സോ ഏതൊരു കമ്പനിക്ക് ഒന്നുണ്ടാവും, ഈ 4 സ്റ്റേജ് ഉണ്ടാവും. ഇപ്പം നിലവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഇൻഡസ്ട്രി ഏത് സ്റ്റേജിലാണെന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, കമ്പനി അനാലിസിസ് ആണ്. കമ്പനി അനാലിസിസ് എന്ന് പറയുന്നത് എന്താ, വളരെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കമ്പനി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്കകത്ത് ഇതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൃത്യമായ രീതിയിൽ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. ആ ഇവാലുവേറ്റ് കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്, പെർഫോമൻസ്, സ്റ്റെബിലിറ്റി, അതായത് ആ കമ്പനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, സ്ട്രോങ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാണ്, കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയാണ്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് എന്ത്, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ്. കമ്പനി അനാലിസിസ് പ്രധാനമായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് 3-4 പോയിന്റുകളാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. രണ്ടാമതായിട്ട് അതിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ മാനേജറിയൽ എഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടേൺ ഓവർ പവറാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഓരോ പോയിന്റിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് പഠിക്കാം. ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. ചിലപ്പോൾ PPT എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, നോക്കുക. ഒന്നാമത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയും. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ ആ കമ്പനിക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അതിൻ്റെ ലിക്വിഡിറ്റി സോൾവൻസി റേഷ്യോസ് ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ നമുക്കുണ്ടാവും. അതിനെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത്. അത് ഏതൊക്കെയെന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് നോക്കാം. ആദ്യമായത് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് വരുന്ന റവന്യൂ എത്രയാണ്, അതിൻ്റെ എക്സ്പെൻസ് എത്രയാണ്, അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, അതൊരു കുറച്ചൊരു പീരീഡിനകത്ത് ആ കമ്പനിക്ക് വരുന്ന പ്രോഫിറ്റ് എത്രയാണ്, അതിൻ്റെ എക്സ്പെൻസ് എത്രയാണ്, അതിൻ്റെ റവന്യൂ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാനും അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനി പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്തെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. അത് നമ്മൾ നോർമലി പറയുന്ന പേരാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്, ലിക്വിഡിറ്റി ഓഫ് ദ ബിസിനസ് ആണ്, പവർഫുൾ ആണോ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. അതായത് ആ കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇക്വിറ്റി ഷെയർസ് എത്ര വരുന്നുണ്ട്, സ്പെസിഫിക് പീരീഡിൽ എത്ര ഇക്വിറ്റി ഷെയർസ് വരുന്നുണ്ട്, എത്ര ഇക്വിറ്റി ഷെയർസിൽ ചേഞ്ചസ് വരുന്നുണ്ട്, എത്ര റിഡംഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുക. അടുത്ത എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കമ്പനിക്കകത്ത് ഒരു വർഷത്തിനകത്ത് എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ട് എന്നുള്ളതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഇൻഫ്ലോ ഔട്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു കമ്പനിയുടെയും മെയിൻ പരിപാടി എന്താ, സെയിൽസാണ്. ഏതൊരു കമ്പനിയുടെയും മെയിൻ പരിപാടി എന്ന് പറയുന്നത് സെയിൽസാണ്. സിമ്പിളായി പറയാന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് ഉദ്ദേശം എന്ന് പറയുന്നത് സെയിൽസാണ്. ചിലപ്പോൾ ഗൂഡ്സ് ആവാം അല്ലെങ്കിൽ സർവീസ് ആവാം. നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്, അവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ സർവീസിനെ സെയിൽ ചെയ്യാണ്. നിങ്ങളുടെ ടെക്സ്റ്റൈൽസ് അടുത്താണ്, എന്താ അവിടെ ചെയ്യുന്നത്, നിങ്ങളുടെ ഡ്രസ്സിനെ സെയിൽ ചെയ്യാണ്. സോ ആ സെയിൽ ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവും, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും. സാധനം വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, പൈസ ഇങ്ങോട്ട് വരും. എന്നാൽ ക്യാഷ് ഔട്ട്ഫ്ലോ എപ്പോഴും ഉണ്ടാവുക, ക്യാഷ് ഇവിടുന്ന് പുറത്ത് എപ്പോഴാണ് പോവുക, അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വാങ്ങും. നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുള്ള റോ മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കണം. അതിനാണ് എന്ത് ചെയ്യുക, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനിയുടെ ക്യാഷ് ഇൻഫ്ലോ ആണോ കൂടുതൽ, ഔട്ട്ഫ്ലോ ആണോ കൂടുതൽ എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഫിനാൻഷ്യൽ റേഷ്യൂസ് ആണ്. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഫിനാൻഷ്യൽ റേഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ
റേഷ്യോ അനാലിസിസ് നടത്തും നമ്മൾ. അതിൻ്റെ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസ് തമ്മിൽ, ക്വിക്ക് അസറ്റും കറണ്ട് ലാബിലിറ്റീസ് തമ്മിലൊക്കെ നടത്തുന്ന അനാലിസിസുകളാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം, അതൊക്കെ നിങ്ങൾക്ക് കൊമേഴ്സിൽ വരുന്ന സാധനങ്ങളാണ്. കൂടുതൽ നിങ്ങൾക്ക് ബോറിംഗ് ഇടാൻ ചാൻസ് ഉണ്ട്, എന്നാലും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രധാനമായിട്ട് വരുന്ന അനാലിസിസുകളൊന്നാണ് ഫിനാൻഷ്യൽ റേഷ്യോസിൽ ഒന്നാണ് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ പ്രധാനമായിട്ടും 3 റേഷ്യോസാണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്നത്. ഒന്ന് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ എന്ന് പറയും. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനിക്കകത്ത് ഒരു വർഷത്തിനകത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റുകളെയാണ് എന്താ പറയുക, കറണ്ട് അസറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു വർഷത്തിനകത്ത് നമുക്ക് വരുന്ന ലാബിലിറ്റികളാണ് എന്താ പറയുക, കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയാം. എന്നാൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്ന ഈ കറണ്ട് അസറ്റിൽ നിന്ന് നമ്മൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിക്കകത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവില്ല സാധനങ്ങൾ, അതായത് സെയിൽ ചെയ്യാതെ സ്റ്റോക്ക് വെച്ച് ചെയ്ത സാധനങ്ങളില്ല, അതിനാണ് ഇൻവെൻട്രി എന്ന് പറയാം. ഈ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് കുറയ്ക്കുക, എന്നിട്ട് അതിനെ കറണ്ട് ലാബിലിറ്റിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് എന്താ പറയുക, ലിക്വിഡ് റേഷ്യോ എന്ന് പറയാം. നിങ്ങൾ ഇത് ഓടിച്ചു വിട്ടാൽ മതി, കാരണം കണ്ടന്റ് എന്തെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ഇത് പ്രോബ്ലം ചെയ്യാനൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് വേറെ റേഷ്യോസ് ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, അതുപോലെ ROE ഉണ്ട്, പിന്നെ സോൾവൻസി റേഷ്യോ ഉണ്ട്. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാധ്യത ഉണ്ട്, ഒരു ലാബിലിറ്റി ഉണ്ട്. ആ ലാബിലിറ്റിയെ നമുക്ക് എത്ര സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാനാണ് എന്ത് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അങ്ങനെ വരുന്ന റേഷ്യോസ്. പിന്നെ നമ്മൾ ഒരു കമ്പനിയുടെ എഫിഷ്യൻസിയെ, പവർഫുള്ളിനെ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് മനസ്സിലാക്കുന്ന റേഷ്യോസ് ആണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെസ്റ്റ്മെന്റ് ടേൺ ഓവർ റേഷ്യോ, അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. പിന്നെ വാല്യുവേഷൻ റേഷ്യോസ് ഉണ്ട്. ഇതൊന്നും എല്ലാം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. റേഷ്യോസും അതിൻ്റെ ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യാം, ഇക്വേഷൻസും അതെന്താന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഞാൻ ഓരോ റേഷ്യോസ് എടുത്ത് ഇങ്ങനെ പറയുന്നില്ല. ഇനി നമുക്കിതിൽ മറ്റു 2-3 കാര്യങ്ങൾ ഇതിൽ പറയുന്നത് ഒരു കമ്പനിയുടെ എത്രത്തോളം ഇത് എന്നുള്ളതിനെ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് മാനേജ്മെൻറ്റ് ക്വാളിറ്റി, മാനേജ്മെൻറ്റ് എത്രത്തോളം പവർഫുൾ ആണോ അതിനനുസരിച്ച് ഉണ്ടാവും റിട്ടേൺ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ കോമ്പറ്റീറ്റീവ് പൊസിഷനാണ്. SWOT അനാലിസിസ് നിങ്ങൾക്ക് അറിയുന്ന. SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പോസിറ്റും ത്രെഡ്സും, ഈ 4 കാര്യങ്ങളാണ് SWOT എന്ന് പറയുന്നത്. ഈ 4 കാര്യവും ഏറ്റവും സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്തുക, ത്രെട്ടിന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് എന്താ പറയുക, കോമ്പറ്റീറ്റീവ് പൊസിഷൻ എന്ന് പറയുക. അതിൻ്റെ പ്രൈസിങ് പോളിസികൾ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് മനസ്സിലാക്കണം, പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് റിസ്ക് അസസ്മെൻ്റ് ആണ്. നമ്മൾ കമ്പനി ഏതൊരു ഷെയർ എടുക്കുമ്പോഴും അതിന് വരാൻ പോകുന്ന റിസ്ക് എത്രത്തോളം എന്നുള്ളത് അസസ് ചെയ്യുന്നതിനാണ് റിസ്ക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ ടെക്നിക്കൽ അനാലിസിസ് കൂടി പറയാണ്ട് അത് ഒരു നെക്സ്റ്റ് സ്ലൈഡായിട്ട് എന്ത് ചെയ്യുക, നമുക്കതുകൂടെ അവസാനിപ്പിക്കാം. താങ്ക് യു.